ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഒരു പാചക വീഡിയോയുമായിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാറാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്താണ് വ്യത്യസ്തത എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഇതാ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, കിഴങ്ങ്, വെള്ളരിക്ക, തക്കാളി, വഴുതനങ്ങ, ക്യാരറ്റ്, ബീൻസ്, പയറ്, സവാള, പച്ചമുളക് തുടങ്ങിയവയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരടുപ്പിൽ നമ്മൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ മറ്റൊരടുപ്പിൽ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ടല്ലോ സാമ്പാറിൽ. ഈ വെണ്ടയ്ക്ക നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടാണ് സാമ്പാറിലേക്ക് ഇടുന്നത്. അതായത് വെണ്ടയ്ക്ക നമ്മുടെ സാമ്പാറിൽ അലിഞ്ഞ് ഒരുപാട് ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത്യാവശ്യം ഇച്ചിരി ദൃഢമായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എണ്ണയിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് വേണം മൂപ്പിക്കാൻ. നമ്മൾ വാടുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കുന്ന കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത അടുപ്പിൽ വെച്ചിരുന്ന വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്തും വന്നിട്ടുണ്ട്. അടുത്ത പടിയായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂത്ത് വന്നിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കുകയാണ്. ഈ പച്ചക്കറി എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കത് സാമ്പാർ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ചട്ടിയിൽ കിടക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എവിടെയും കരിഞ്ഞു പോകാതെ നോക്കണം. ഈ രീതിയിലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ വെന്ത് കഴിഞ്ഞ പരിപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ കുക്കർ തുറന്ന് നോക്കുമ്പോൾ കാണാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പരിപ്പാണ് നമുക്ക് കിട്ടിയത്. നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. അടുപ്പിൽ വെച്ചിരുന്ന പച്ചക്കറി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇനി പതുക്കെ നമുക്കിതെല്ലാം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി മുഴുവനായിട്ട് നമ്മൾ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി വയ്ക്കുക. ഇനി നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മതിയാകും. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാമ്പാർ പൊടി കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ആ സാമ്പാർ പൊടിയും പച്ചക്കറിയുമായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലാ പാർട്സിലും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒഴിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവ് പോലെയാണ്. കൂടുതലുണ്ടെങ്കിൽ അതിന് മാത്രം വെള്ളം ഒഴിക്കാം. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം കൂടി സാമ്പാർ പൊടി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. അടച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. സ്റ്റൗ കത്തിക്കുകയാണ്. അടുപ്പിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 2 വിസിലും വന്നിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ഇറക്കി താഴേക്ക് വയ്ക്കാം. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. സംഭവമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി കൂടി ബാക്കിയുണ്ട് നമുക്ക്. അതായത് നമുക്കിനി ഈ സാമ്പാർ ഒന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ചട്ടിയിലെ എണ്ണയൊന്ന് ചൂടായി വരണം. നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയാണത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകാണ്. അവസാനമായിട്ട് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ദോശയും സാമ്പാറും കൂടിയാണ് ഇന്നത്തെ ഭക്ഷണം. ഇപ്പുറത്ത് നമ്മൾ ചട്ടിയിലിട്ടിരിക്കുന്ന സാധനങ്ങൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നേരെ സാമ്പാറിലേക്ക് ഇടുക. മുഴുവനായിട്ടും സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ താളിച്ച വസ്തുക്കളെല്ലാം സാമ്പാറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകണം. സാമ്പാർ നല്ല കുറുക്ക പരുവത്തിനായിട്ടുണ്ട്. ഇനി സിമ്മിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു. നല്ല രുചിയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല കുറുക്ക പരുവത്തിനാണ് സാമ്പാർ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണിത്. നമ്മുടെ ഈ വ്യത്യസ്തമായ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ പാചക കൂട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.